NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ അനുനയിപ്പിക്കാൻ BJP നീക്കം. മുൻ ഗോവ ഗവർണറും BJP നേതാവുമായ PS ശ്രീധരൻപിള്ള NSS ആസ്ഥാനത്തെത്തി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. BJPക്കെതിരെ ജി സുകുമാരൻ നായർ വിമർശനം നടത്തിയതിന് പിന്നാലെയാണ് ഈ അനുനയ നീക്കം എന്നതാണ് തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അത് PS ശ്രീധരൻപിള്ള എഴുതിയ പുസ്തകങ്ങൾ ജി സുകുമാരൻ നായർക്ക് കൈമാറുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു 16ഓളം പുസ്തകങ്ങളാണ് അടുത്ത ദിവസങ്ങളായി പ്രകാശനം ചെയ്യാനിരിക്കുന്നത്. അതിലെ പുസ്തകങ്ങളാണെന്ന് തോന്നുന്നു. അതെ, ആ പുസ്തകങ്ങളാണ് അദ്ദേഹത്തിന് കൈമാറുന്നത്. എന്തായാലും വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയായി തന്നെ ഇതിനെ കാണണം. ശബരിമലയെ സംരക്ഷിക്കാൻ നിയമനിർമ്മാണം കൊണ്ടുവരുമെന്നൊക്കെ BJP പറഞ്ഞിരുന്നല്ലോ. എന്നിട്ട് എന്തായി എന്നതാണ് ജി സുകുമാരൻ നായരൊക്കെ കഴിഞ്ഞ ദിവസം BJPക്കെതിരെ ഉന്നയിച്ച കാര്യം. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് PS ശ്രീധരൻപിള്ളയുടെ ഒരുപക്ഷെ ഇതൊരു സൗഹൃദ സന്ദർശനം എന്നായിരിക്കാം നമ്മൾ ആദ്യം കേൾക്കുന്ന പ്രതികരണം. പക്ഷേ അത് മാത്രമായിരിക്കില്ല എന്ന് ഉറപ്പാണ്. അതിന് പിന്നിൽ ഒരു വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്കുള്ള കളം ഒരുങ്ങുന്നുണ്ടായതാണ് തത്സമയ ദൃശ്യങ്ങൾ. ഷിനോജ് ST വിവരങ്ങളുമായിട്ടുണ്ട്. ഷിനോജ്, ചർച്ച കഴിഞ്ഞ ശേഷമാണോ പുസ്തക കൈമാറ്റം, അതോ ചർച്ചയ്ക്ക് മുന്നോടിയാണോ? ദിവിഷ കൂടിക്കാഴ്ച നടന്നു കഴിഞ്ഞു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് നിലവിൽ ഇപ്പോൾ PS ശ്രീധരൻപിള്ള എഴുതിയ തന്റെ പുസ്തകങ്ങൾ 3 പുസ്തകങ്ങൾ നിലവിൽ ഇപ്പോൾ ജി സുകുമാരൻ നായർക്ക് കൈമാറിയിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ കടുത്ത വിമർശനം BJPക്കെതിരെ ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ച് ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട ശബരിമലയിൽ പ്രത്യേക തരത്തിലുള്ള ഈ നിയമനിർമ്മാണം നടത്തുമെന്നൊക്കെ തന്നെ BJP നേതാക്കൾ അന്ന് പെരുന്നയിലെത്തി തനിക്ക് ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ കേന്ദ്രം ഭരിക്കുന്ന BJP അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ചെയ്തില്ല. അതിലൊരു രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണ് BJPയുടെ ഭാഗത്തുണ്ടായത്. ഒപ്പം ഈ ശബരിമല വിമാനത്താവള പദ്ധതി, റെയിൽവേ, അത്തരത്തിൽ പമ്പയുടെ വികസനം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ BJPക്ക്, കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ യാതൊരു തരത്തിലുള്ള ഒന്നും തന്നെ BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. അങ്ങനെ കടുത്ത വിമർശനം NSSന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന 2 മാസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് വരുന്നു. ആ ഒരു സാഹചര്യത്തിൽ NSSനെ ഏതെങ്കിലും തരത്തിൽ അനുനയിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി BJP ഈ സന്ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് NSSുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന PS ശ്രീധരൻപിള്ളയെ മുന്നിൽ ഇറക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു സന്ദർശനം, അനുനയ നീക്കം BJP ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. BJPയുടെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ ഈ സന്ദർശനത്തിന് ശ്രീധരൻപിള്ളയ്ക്ക് ഒപ്പമുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂർ മുൻപാണ് ശ്രീധരൻപിള്ള NSS ആസ്ഥാനത്തെത്തിയത്. BJP ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ ഉൾപ്പെടുന്ന ആളുകളൊക്കെ തന്നെ ശ്രീധരൻപിള്ളയ്ക്ക് ഒപ്പമുണ്ട്. അങ്ങനെ എത്തി ഒരു 15-20 മിനിറ്റോളം തന്നെ കൂടിക്കാഴ്ച പെരുന്നയിൽ നടത്തി. അതിനുശേഷം നിലവിൽ ഇപ്പോൾ ശ്രീധരൻപിള്ള എഴുതിയ പുസ്തകത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ശ്രീധരൻപിള്ളയുടെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സുകുമാരൻ നായർ ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടേക്കും. എന്തായാലും വലിയ രീതിയിലൊരു വിമർശനം BJPക്കെതിരെ ഉന്നയിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു സന്ദർശനം, അനുനയ നീക്കം BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മധ്യഘട്ടത്തിൽ ദിവിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സൗഹൃദ സന്ദർശനം എന്ന നിലയിൽ മാത്രമാകും ഒരുപക്ഷെ പറയാൻ പോകുക. എന്തായാലും അതിനുശേഷം എന്താണ് ഇത് കൃത്യമായൊരു രാഷ്ട്രീയം ഇതിനകത്ത് ഉണ്ട് എന്നത് വ്യക്തമാണ്. കാരണം BJP ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സംഘം കൃത്യമായ രീതിയിൽ രാഷ്ട്രീയം പിന്നിലുണ്ട്. എന്താ സംസാരിക്കേണ്ടതെന്നാണ് ജി സുകുമാരൻ നായർ ചോദിക്കുന്നത് തോന്നുന്നു. സുകുമാരൻ നായർ ഒപ്പമുണ്ട്. സുകുമാരൻ നായർ, ദിവിഷ സുകുമാരൻ നായർ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ആയിരുന്നു. അത് എഴുതിയ പുതുതായിട്ട് എഴുതിയ 2 പുസ്തകങ്ങളൊക്കെ എനിക്ക് തന്നു. വളരെ സന്തോഷമായിട്ട് സ്വീകരിച്ചു. ഞങ്ങൾ തമ്മിൽ ഇന്നല്ല, രാഷ്ട്രീയമായിട്ട് മാത്രമല്ല, വ്യക്തിപരമായിട്ടും ഇന്നലകളിലും ഞങ്ങൾ വളരെ സൗഹൃദത്തിൽ പോയിട്ടുള്ളവരാണ്. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നുണ്ട്. BJP ഇതുമായിട്ടൊന്നും കണക്ട് ചെയ്യണ്ട. ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയമില്ല. ഞാനിതിപ്പോൾ പറയണ്ട. ഞങ്ങൾ വിളിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നിട്ട് പറഞ്ഞാൽ മതി. ഡയറക്ടർ ബോർഡ് യോഗം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അല്ല, അത് പറഞ്ഞിട്ട് പറയാം, നടന്നിട്ട് പറയാം. ശരി. ഞാൻ എൻ്റെ സൗഹൃദത്തിന് എപ്പോഴും മണിച്ചേട്ടൻ എൻ്റെ ഒരു ഗുരുസ്ഥാനീയനായിട്ട് ഞാൻ കരുതുന്നതാണ്. ഞാനിതിന് മുമ്പും ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായ സമയത്തും ഒക്കെ ഞാൻ വന്നിട്ടുണ്ട്. നാളെ NSSൻ്റെ തിരുവല്ല താലൂക്ക് യൂണിയൻ അതിൻ്റെ സമ്മേളനമുണ്ട്. ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. എല്ലാ കരകളിൽ നിന്നും ആൾ വരുന്നതാണ്. തിരുവല്ലയിൽ വെച്ചിട്ടാണ് 2 മണിക്ക്. അപ്പോൾ അതും ഉള്ളത് കൊണ്ടും ഇന്നൊരു BJPയുടെ ഒരു പ്രധാനപ്പെട്ട ആളുടെ മാരേജ് ഇവിടെ ഉള്ളത് കൊണ്ടുമാണ് ഞാൻ വന്നത്. എന്നപ്പോൾ ഇന്ന് കണ്ടു.
അടുത്ത വിമർശനം NSSന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അല്ല, ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. NSS എന്നും ബ്ലെസ്സിങ്സ്, അതിൽ ഞങ്ങൾ പലർക്കും ബ്ലെസ്സിങ്സ് എക്കാലത്ത് തന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് നന്ദിപൂർവ്വം അതിനെ സ്മരിക്കുന്നയാളാണ്. പിന്നെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, അത് ഞാനിവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിയമനിർമ്മാണം നടത്താൻ കഴിയുമായിരുന്നില്ലേ സാർ? അങ്ങനെ ഈ ശബരിമല വിഷയത്തിൽ അങ്ങനെ ഒരു അല്ല, അതൊക്കെ കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി മുമ്പാകെ നിൽക്കുന്ന പ്രശ്നമാണ്. അക്കാലത്ത് സുപ്രീം കോടതിയുടെ അന്തിമ വിധിയാണെന്ന് പറഞ്ഞ് നടപ്പാക്കാനായിട്ട് ശ്രമം നടത്തിയ കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ വ്യത്യസ്തമായി അന്നത്തെ നിലപാടുകളെ പറ്റിയൊക്കെ എൻ്റെ ഒരു പുസ്തകം വരാൻ പോകുന്നുണ്ട് അടുത്ത ആഴ്ചയിൽ. ആ പുസ്തകത്തിൽ വിശദമായിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ അന്ന് ഇതൊരു മൂവ്മെൻറ്റായി വിധി വന്നു കഴിഞ്ഞപ്പോൾ മൂവ്മെൻറ്റായി പന്തളത്ത് 50,000 സ്ത്രീകൾ പങ്കെടുക്കുന്നു, ചങ്ങനാശ്ശേരി ഒരുപാട് സംഭവങ്ങൾ എൻ്റെ സ്മൃതിപഥത്തിലുണ്ട്. പിറ്റേ ദിവസം തന്നെ സമരത്തിറങ്ങിയ ഒരു പ്രസ്ഥാനത്തിൽ അന്ന് ഞാൻ പ്രസിഡൻ്റായിരുന്നു, സ്റ്റേറ്റ് പ്രസിഡൻ്റായിരുന്നു. അതിൻ്റെ കാര്യങ്ങളുണ്ട്. തന്ത്രി എങ്ങനെ നട അടച്ചിട്ടു എന്നുള്ള കാര്യവും എൻ്റെ അടുത്ത ആഴ്ച വരുന്ന പുസ്തകത്തിലുണ്ട്. നേരത്തെ തന്നെ ഈ വിവാദമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് കൊടുത്ത പുസ്തകമാണത്. കോഴിക്കോട്ടെ പൂർണ്ണ പബ്ലിക്കേഷനാണ്. അത് വരുന്നുണ്ട്. അതിലത് വിശദമായിട്ട് പറയുന്നുണ്ട്. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വന്നാൽ എന്നെയും 100 കണക്കിന് ആളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ, ഒരു പ്രശ്നമില്ല, കണ്ടംപ്റ്റ് നിൽക്കില്ല. അപ്പോൾ അത് തന്നെ സുപ്രീം കോടതി വിധിച്ചില്ലേ? എന്നെയും തന്ത്രിയും കൂടെ ചേർത്തിട്ട് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് കൊടുത്തവരില്ലേ? തള്ളിപ്പോയില്ലേ?